Dear students, ഇന്ന് നമുക്ക് ഫങ്ഷണൽ ലിമിറ്റ്സ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ഫംഗ്ഷനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്, ഡൊമെയ്ൻ ഫംഗ്ഷനും ഡിറിച്ലെറ്റ് ഫംഗ്ഷനും. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. കൺസിഡർ ഫംഗ്ഷൻ f ഫ്രം a to r. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഡൊമെയിനിൽ നിന്ന് ആർ എന്ന് പറയുന്ന കോ ഡൊമെയിനിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. അപ്പം ഞാൻ എ എന്ന് പറയുന്ന നമ്മുടെ ഡൊമെയിനിലെ ഒരു പോയിന്റാണ്, ഒരു ലിമിറ്റ് പോയിന്റാണ് സി. ഓക്കെ, അപ്പം സി എന്ന് പറയുന്ന നമ്മളൊരു പോയിന്റ് എടുത്തു, അത് നമ്മുടെ ലിമിറ്റ് പോയിന്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് സി. അപ്പം നൈബർഹുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എപ്സിലോൺ ഓഫ് സി എന്നാണ്. അപ്പോൾ സി എന്ന് പറയുന്ന നമ്മുടെ റിയൽ ലൈനിൽ ഒരു പോയിന്റ്, ഫോർ എക്സാമ്പിൾ 2 ആണെന്ന് വിചാരിക്കുക. 2-ൽ നിന്ന് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് 2 മൈനസ് എപ്സിലോൺ 2 പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ, അതാണ് നമ്മുടെ എപ്സിലോൺ നൈബർഹുഡ്. അപ്പോൾ സി എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് സി മൈനസ് എപ്സിലോൺ ടു സി പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ആ ഒരു ചെറിയ നൈബർഹുഡിലെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. Okay, recall that the limit point C of A is a point with the property that every epsilon neighborhood of C intersects A in some points other than C. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന C, അതിൻ്റെ ഒരു നൈബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്തു വി എപ്സിലോൺ ഓഫ് സി. അപ്പം ആ വി എപ്സിലോൺ ഓഫ് സി എന്ന് പറയുന്ന ആ സെറ്റ്, ആ ഓപ്പൺ സെറ്റ് നമ്മുടെ എ എന്ന് പറയുന്ന നമ്മുടെ ഡൊമൈനുമായിട്ട് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ സിയെ കൂടാതെ അതിൽ പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അതാണല്ലോ നമ്മൾ ആ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ് സി ഇസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി ഈക്വൽ ടു limit xn for some sequence xn is contained in A with xn not equal to C. ഓക്കെ, അപ്പോൾ സിയെ കൂടാതെ വേറെ സം പോയിന്റ്സ് എന്താണെങ്കിലും എയിൽ ഉണ്ടാവണം. അത് സി ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണുകയും ചെയ്യും. നമ്മൾ ഇപ്പം ഒന്നും എടുത്തില്ല, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, സി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റിനെ കണ്ടെത്തി, ആ ലിമിറ്റ് പോയിന്റിന്റെ നൈബർഹുഡും എയും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് സിയെ കൂടാതെ സം പോയിന്റ്സ് ആ ഇന്റർസെക്ഷനിൽ കാണും. ഓക്കെ, ഇഫ് സി ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് ദി ഡൊമൈൻ എഫ്, then the statement limit extends to C f of x equal to L is intended to convert the values of f of x get arbitrarily close to L as x is chosen closer and closer to C. അപ്പോൾ നമ്മൾ ഇനി ഫംഗ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഫംഗ്ഷൻ നമുക്കറിയാം എഫില് അപ്ലൈ ചെയ്യുന്നത് ഡൊമൈനിലാണ്, പോയിന്റ്സിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു, അത് ആറിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യും. അപ്പം ഞാൻ എക്സ് എന്ന് പറയുന്ന പോയിന്റ്സ് എടുക്കുവാണ്. എക്സ് സിയോട് ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള എലിമെന്റ്സ്, അതായത് സി മൈനസ് എപ്സിലോൺ സി പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ആ ഒരു ചെറിയ നൈബർഹുഡ്, എപ്സിലോണിന്റെ വാല്യൂ അത്രയും ചെറുതാക്കുന്നു, അപ്പോൾ സിയോട് അത്രയും ക്ലോസ് ആയിട്ട് വരുന്ന വാല്യൂസ്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ്. അപ്പൊ അവയുടെ ലിമിറ്റ്, ആ ലിമിറ്റ് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അടുത്തടുത്തടുത്ത് വരും. Okay, the issue of what happens when x equal to c is irrelevant from the point of view of functional limits. In fact, c not even be in the domain of f. c നമ്മുടെ ഡൊമൈനിൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല, കാരണം നമ്മൾ ആ എയും പിന്നെ ഓപ്പൺ ഇന്റർവലുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എടുക്കുന്നു. അപ്പോൾ അത് സിയെ കൂടാതെ സം എലമെന്റ്സ് ഇൻ നൈബർഹുഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സി വേണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മളത് കണ്ടതാണ്. ചില നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ആ പോയിന്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫിഗറിലേക്ക് നോക്കാം. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സി എന്ന് പറയുന്ന നമ്മുടെ ലിമിറ്റ് പോയിന്റ്. അതിനെ ഒരു വി ഡെൽറ്റ ഓഫ് സി, അതായത് സിയുടെ ഒരു ഡെൽറ്റ നൈബർഹുഡ് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്.
അപ്പം അങ്ങനെ ഈ നെയ്ബർഹുഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതിലേക്ക് ഞാൻ എഫ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ദാണ്ട് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിനെ നോക്കിയപ്പോൾ ഇതാണ്ട് ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഒരു എൽ എന്ന് പറയുന്ന പോയിന്റിലേക്കും ഈ സി മൈനസ് ഡെൽറ്റ ടു സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ആൾക്കാർ എൽ പ്ലസ് എപ്സിലോൺ എൽ മൈനസ് എപ്സിലോണിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വി എപ്സിലോൺ ഓഫ് എൽ എന്ന് പറയാമോ? എൽ എന്ന് പറയുന്നതിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് ആണിത്. ഇവിടെ എൽ മൈനസ് എപ്സിലോൺ ടു എൽ പ്ലസ് എപ്സിലോൺ. അപ്പൊ നമ്മുടെ പോയിന്റ്സ് സി മൈനസ് ഡെൽറ്റ ടു സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ആ പോയിന്റ്സിനെ നമ്മുടെ ഫംഗ്ഷൻ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എല്ലിലേക്ക് അതിനെ മാപ്പ് ചെയ്തു. The epsilon neighborhood V epsilon of L centered at L, there is a point in the sequence. Call it as A. നമുക്കിനി നമ്മൾ മറ്റേ ലിമിറ്റ് പോയിന്റുമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഡെഫിനിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ് ആവുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസിനെ കൺസിഡർ ചെയ്തു. അത് സി എ കൂടാതുള്ള സം എക്സെൻസ് നമ്മുടെ ആ എയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഞാനൊരു എ എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ് ഈ എല്ലുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ എല്ലിനടുത്തുള്ള ഒരു സീക്വൻസ് ആണ് എ എൻ. After which all the terms an fall in v epsilon of l. ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ anസും നമ്മുടെ v epsilon of l-ലാണ് വീഴുന്നത്, അല്ലെങ്കിൽ അത് ആ നെയ്ബർഹുഡിലാണ് കിടക്കുന്നത്. Each epsilon neighborhood represents a particular challenge and n is a respective response. For functional limit statements such as limit x is to c f of x equal to l, the challenges are still made in the form of an arbitrary epsilon neighborhood around L. But the response is time is same. Is a epsilon neighborhood centered at C. നമ്മൾ നേരത്തെ പറഞ്ഞത് എപ്സിലോൺ ആയിരുന്നു. ഇവിടെ നമുക്ക് സിക്ക് നമ്മൾ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന നെയ്ബർഹുഡ് എടുക്കുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിനുള്ള ആ ഒരു നെയ്ബർഹുഡിൽ കിടക്കുന്നു. അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഹാസ് എ ലിമിറ്റ് എൽ. ഓക്കെ, അങ്ങനെ എപ്പോഴും കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ലിമിറ്റ് ഇല്ലാതെ ഇരിക്കാം. അപ്പോൾ നമുക്ക് ഫോർമൽ ഡെഫിനിഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വേണം, സി എന്ന് പറയുന്നൊരു പോയിന്റ്, അതിനൊരു നെയ്ബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ദെൻ നമ്മളൊരു ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നു. ദെൻ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളൊരു എല്ലിലേക്കും ദെൻ ഈ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന അതിനുള്ളിലേക്കും അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം the function has a limit. Formal definition: let f from a to r and c be a limit point of the domain A. We say that limit extends to c f of x equal to L, provide that for all epsilon greater than 0, there exists a delta greater than 0 such that whenever c less than mod x minus c less than delta and x belongs to A, അതായത് സി എ കൂടാതെയുള്ള ഒരു എലമെന്റ്, it follows that mod f of x minus L is less than epsilon. അപ്പോൾ എഫിന് ലിമിറ്റ് എക്സിസ്റ്റ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും, അവിടെ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, ഇതാണ് നമ്മുടെ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ. ആ ഓപ്പൺ ഇന്റർവെല്ലിലെ ഏത് ഇതല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു എലമെന്റും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ, അതായത് എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഫംഗ്ഷൻ ഹാസ് എ ലിമിറ്റ് എൽ when x tends to c. Okay, this is often referred to as E epsilon delta version of the definition of functional limits. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഈസ് ഈക്വലന്റ് ടു എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി എപ്സിലോൺ ഓഫ് എൽ. Likewise, mod x minus c is less than delta is satisfies if and only if x belongs to v
epsilon v delta of c. അതായത് ഇതിന്റെ ഡെഫിനിഷൻ ആണിത്. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് അതിന്റെ ടോപ്പോളജിക്കൽ വേർഷൻ ആണ്. Let C be a limit point of the domain of f from A to R. We say limit x is to c f of x equal to L, provided that for every epsilon neighborhood V epsilon L of L, there exists a delta neighborhood V delta of C around C, with the property that for all x belongs to V delta of C different from C with x belongs to A, it follows that f of x belongs to V epsilon of L. മുമ്പേ പറഞ്ഞ അതേപോലെ തന്നെ x V epsilon V delta of C, അവിടെ C different x different from C ആയിരിക്കണം. അതായത് സി എ കൂടാതെ എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് ഉണ്ടെന്ന് അറിയാനാണ്. അപ്പം എക്സ് ബിലോങ്സ് ടു വി ഡെൽറ്റ ഓഫ് സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എൽ ആണ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. If f of x equal to 3x plus 1, then limit x tends to 2 f of x equal to 7. നേരത്തെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളിവിടെ എക്സിന് 2 ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 7. ഇനി നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ് സി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പം ഞാൻ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് എടുക്കുന്നു. 2 minus delta, 2 plus delta. Okay, for some delta greater than 0, that is 0 less than mod x minus 2 less than delta. Okay, അപ്പോൾ എനിക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് x is to 2 f of x equal to 7 ആണ്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് mod f of x minus 7 is less than epsilon. അതിനുവേണ്ടി ഞാൻ mod f of x minus 7 എന്നെടുത്തു. This is f of x is 3x plus 1 minus 7. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്തപ്പോൾ നമുക്കറിയാം this is mod 3x minus 6 equal to 3 പുറത്തെടുത്തു 3 into mod x minus 2. അപ്പോൾ നമ്മൾ x minus 2 നമുക്കറിയാം 0 less than mod x minus 2 is less than delta. ഞാൻ ഈ ഡെൽറ്റയെ എപ്സിലോൺ ബൈ 3 എന്നെടുത്തു. എപ്സിലോൺ ബൈ 3 എന്നെടുക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഉദ്ദേശം മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് 7 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ഉള്ളത് കൊണ്ട് ഞാൻ എപ്സിലോണിനെ സെറ്റ് ചെയ്തു. എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റയെ സെറ്റ് ചെയ്തു. ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ 3 എപ്സിലോൺ വരും. എല്ലാം സെയിം ആണ്. എന്നാലും നമ്മൾ ഡെഫിനിഷൻ അനുസരിച്ച് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ ആ ഡെൽറ്റയെ എപ്സിലോൺ ബൈ 3 എന്ന് ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് എപ്സിലോൺ ബൈ 3 കിട്ടും. ദെൻ 3 ക്യാൻസൽ ആയി പോകും. ദെൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് 7 ഈസ് ലെസ് ദാൻ 3 into epsilon by 3 equal to epsilon. 0 less than mod x minus 2 less than delta implies mod f of x minus 7 is less than epsilon. So നമുക്ക് പറയാം limit x is to 2 f of x equal to 7. The next is limit x is to 2 g of x equal to 4 where g of x equal to x square. ഇതും അതേപോലെ തന്നെ നമുക്ക് ഒരു എപ്സിലോൺ ഡെൽറ്റയൊക്കെ ചൂസ് ചെയ്യണം. അപ്പം നമുക്ക് ഉള്ള കണ്ടീഷൻ പറയുന്നത് ലിമിറ്റ് എക്സ് ഇസ് ടു 2. അപ്പം നമുക്ക് അവിടെ നമുക്ക് എഴുതാം 0 less than mod x minus 2 is less than delta. We have to show mod g of x minus 4 is less than epsilon. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ mod g of x minus 4 equal to g of x is x square, so mod x square minus 4 equal to നമുക്കറിയാം this is x plus 2 into x minus 2. അപ്പോൾ mod x plus 2 into mod x minus 2. അപ്പോൾ നമുക്ക് mod x minus 2 നമുക്കറിയാം this one is less than 2 sorry less than delta. നമുക്ക് നമ്മുടെ ആ ഒരു ലിമിറ്റ് x is 2 എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനിയും അവിടെ ഒരു മോഡ് എക്സ് പ്ലസ് 2 ഉണ്ട്. അപ്പം അതിനെ നമുക്ക് ഒരു കോൺസ്റ്റന്റിലേക്ക് കൊണ്ടെത്തിക്കണം.
അപ്പം എക്സ് ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് വരണം. അപ്പം അതിനുവേണ്ടി എനിക്കറിയാവുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് 2 ഈസ് സംതിങ് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പം ഞാൻ ഡെൽറ്റയെ 1 എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ 1 എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാം മോഡ് എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 3 പ്ലസ് 2. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞാണ് മോഡ് എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ ഈ ഓപ്പൺ ഇന്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ദിസ് വൺ ഈസ് 2 മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 plus 1, that is x less than 3. അവിടെ x ന് കിട്ടാവുന്ന ഡെൽറ്റ 1 ആവുമ്പോൾ x ന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ 3 ആണ്. അതുകൊണ്ട് പറയാം നമുക്ക് അറിയാം മോഡ് എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ആ ഡെൽറ്റയ്ക്ക് ഞാൻ 1 കൊടുത്തു. അപ്പം എനിക്കുള്ള കണ്ടീഷൻ വന്ന് നിൽക്കുന്നത് മോഡ് എക്സ് മൈനസ് 2 ഈസ് മോഡ് എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ 1. അപ്പോൾ നമുക്കറിയാമല്ലോ നേരത്തെ മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് പകരം 2 മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 പ്ലസ് 1 എന്ന് വരും. അപ്പം എക്സ് ഈസ് ലെസ് ദാൻ 2 പ്ലസ് 1 ദാറ്റ് ഈസ് 3. അപ്പം എക്സ് ലെസ് ദാൻ 3 ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഈ എക്സിന് പകരം 3 കൊടുക്കുന്നു. Okay, that is always less than or equal to maximum equal to then plus 2. അപ്പോൾ 3 plus 2 is 5. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടാവുന്ന മാക്സിമം അതായത് മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന അതിന് കിട്ടാവുന്ന ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പം ഞാൻ അതിനു വേണ്ടി ഡെൽറ്റയെ വീണ്ടും ചൂസ് ചെയ്യാണ്. ഡെൽറ്റ ഈക്വൽ ടു മിനിമം. ഇവിടെ ഒരു ഡെൽറ്റ എടുത്തിട്ടുണ്ട് 1, then എപ്സിലോൺ ബൈ 5. ഇതിലേതാണോ മിനിമം അതിനെ ഞാൻ ഡെൽറ്റ എന്ന് ചൂസ് ചെയ്തു. ഈ 5 വന്നത് നമുക്കിവിടെ അറിയാം ഇവിടെ ഒരു 5 വരും. അതുകൊണ്ടാണ് ഇതിലേതാണോ മിനിമം ഏറ്റവും കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് 1 എപ്സിലോൺ ബൈ 5 എടുത്തു. അപ്പോൾ ജനറലി നമുക്ക് പറയാം 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 2 ഈസ് ലെസ് ദാൻ ഡെൽറ്റ. Then mod x square minus 4 equal to x plus 2 into mod x minus 2. അപ്പോൾ mod x plus 2 ഞാൻ 5 എന്നുള്ള വാല്യൂ കൊടുത്തു. mod x minus 2 അവിടെ എനിക്ക് ഡെൽറ്റയാണ് വരുന്നത്. ഡെൽറ്റ അവിടെ മിനിമം എപ്സിലോൺ ബൈ 5 ആവുമ്പോൾ ദിസ് വൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ വരും. ഇനി എപ്സിലോൺ ബൈ 5-നെക്കാട്ടിലും ചെറുതാണ് 1 എന്നൊന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വരും. എന്താണെങ്കിലും again that one is less than epsilon വരും. So g of x mod g of x minus 4 is less than epsilon when 0 less than mod x minus 2 less than delta. So നമുക്ക് പറയാം limit x to 2 g of x equal to 4. Thank you.